തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന റോജി റോയിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റഫീഖിനാണ് അന്വേഷണ ചുമതല. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈം ഡിറ്റാച്ച്മെന്റ് ACP KE ബൈജുവിന്റെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ റോജി റോയിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വഴിയൊരുങ്ങിയത്. ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തതിന് കോളേജ് അധികൃതർ താക്കീത് ചെയ്തതിൽ വിഷമിച്ച് റോജി റോയ് ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ക്രൈം ഡിറ്റാച്ച്മെന്റ് ASPയുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ആത്മഹത്യയാണെന്ന പോലീസ് നിലപാട് അംഗീകരിക്കാൻ ബന്ധുക്കളും നാട്ടുകാരും തയ്യാറായില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതോടെ കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. DYSP റഫീഖിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം റോജി റോയിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുത്തു. ഞങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് കൊണ്ടോ CBI അന്വേഷിക്കുന്നതൊന്നുമല്ല. ആരന്വേഷിച്ചാലും സത്യം പുറത്തു വരണം. അതിന് സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥന് സത്യസന്ധമായ രീതിയിൽ അന്വേഷിക്കാൻ സാധിച്ചാൽ മാത്രമേ ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ നമുക്ക് കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അന്വേഷിച്ച സത്യം പുറത്തു വരത്തുള്ളൂ. അന്വേഷണം കഴിയുന്നതും നേരത്തെ പൂർത്തിയാക്കി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അറിയിച്ചു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന കുണ്ടറ നല്ലില സ്വദേശി റോജി റോയ് കഴിഞ്ഞ നവംബറിനായിരുന്നു ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിപ്പോർട്ടർ കൊല്ലം.